ഹലോ ഗൈസ്, നമുക്കിന്ന് ഒരു കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കൊഞ്ചാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ബ്ലാക്ക് ടൈഗർ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് പോകാം. ഞാൻ 2 കപ്പ് അരിയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ബിരിയാണിക്ക് ആവശ്യമായ ചോറ് വയ്ക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിക്കാം. പിന്നെ അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ അതിന് ശേഷം ഇട്ട് കൊടുത്തിരിക്കുന്നത് 1/2 സ്പൂൺ നെയ്യാണ്. 1/2 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നീട് ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നമുക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒരു ചെറിയ ഫ്ലേവറിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഇളക്കിയതിന് ശേഷം നമുക്കത് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അരി നേരത്തെ തന്നെ കുതിർത്തി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അരി അവിടെ കിടന്ന് വേവട്ടെ, ബിരിയാണിയിലേക്ക് പോകാം. വലിയ കൊഞ്ചായതുകൊണ്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് മല്ലിയില, പുതിനയില, മസാലയ്ക്കായിട്ട് സവാള, പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പം 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറേശ്ശെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഉണക്ക മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും തൈരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആദ്യം എടുത്തു വെച്ചാൽ നമ്മുടെ ജോലി ഭാരം കുറയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ച് അപ്പോഴത്തെ അരി വെന്തിട്ടുണ്ട്, അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി വെക്കാനായിട്ടുള്ള ഒരു ചെമ്പ് അടുപ്പിലോട്ട് വയ്ക്കുക. ചെറിയ പാത്രമാണ്, അധികം വലുതൊന്നുമല്ല. അതിനുശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പം അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് നമുക്ക് ആദ്യമേ വറുത്ത് കോരി മാറ്റാം. പിന്നീട് അത് വറുത്ത് കോരിയതിന് ശേഷം അതിലോട്ട് ഈ ഗാർണിഷ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സവാള കൂടി വറുത്ത് കോരാം. അത് വളരെ കുറച്ച് മതി, ഒരു അരപ്പിടി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ മതി. അതിട്ട് അത് നല്ലതുപോലെ അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് ഒരു 1-2 പിഞ്ച് പഞ്ചസാര ഇടാമെങ്കിൽ പെട്ടെന്ന് ഇത് വറുത്ത് കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ട് വറുത്ത് മാറ്റി നമുക്ക് ആ മസാലയിലേക്ക് ഇനി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. മസാല റെഡിയാക്കാനായിട്ടുണ്ടാവും വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാവേ. ആദ്യമേ തന്നെ എണ്ണയിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ കുറവാണ്, അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്തുകൊണ്ട് എണ്ണ കുറഞ്ഞു. അപ്പോൾ ഇച്ചിരി എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് സവാള കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം അത് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. നാടൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടുമേ. അപ്പോൾ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്കതൊന്ന് വെന്ത് വരാൻ വേണ്ടി അടച്ച് വയ്ക്കാം. കുറച്ച് സമയത്തിന് ശേഷം അടപ്പ് മാറ്റി വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഓരോ പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, അത് ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്. പിന്നീട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1-1.5 സ്പൂണേ കാണത്തുള്ളൂ, അത് ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ. പിന്നീട് അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ പെരിഞ്ചീരകവും അതോടൊപ്പം തന്നെ 1/2 സ്പൂൺ മസാലപ്പൊടി, ഇത്രയും സാധനങ്ങളും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ബിരിയാണി മസാലയൊന്നും ഇടുന്നില്ല, ഇത് മാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വീട്ടിൽ പൊടിപ്പിച്ച സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നീട് ഈ കൊഞ്ചും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അടപ്പ് മാറ്റി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തൈര്, ഒരു പുളി രസത്തിന് വേണ്ടിയാണ് കുറച്ച് തൈര് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ടുണ്ട്, എന്നാൽ പോലും തൈരും കൂടി വളരെ കുറവാണ്, 1-1.5 സ്പൂണേ ഉള്ളൂ അത്. അതിനുശേഷം ലേശം വെള്ളം അത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ബിരിയാണിയുടെ റൈസ് ഇതിൻ്റെ മുകളിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി
നല്ലപോലെ വന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ വീഡിയോ ഇടുന്നത് തന്നെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, എപ്പോഴും ഷോർട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിലേക്ക് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാവുന്നതാണ്. മല്ലിയില ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി വയ്ക്കുക. ഇളക്കിയതിന് ശേഷം വേണം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ റൈസ് ഇവിടെ വെള്ളമൊക്കെ പോയി ഇരിപ്പുണ്ടായിരുന്നു. റൈസ് ഇടുമ്പം ഇത് ഒരുപാട് വേവിച്ചിട്ടൊന്നുമില്ല, 3/4 വേവ് ആയിട്ടുള്ളേ. പിന്നെ ഞാൻ ഇത് ലെയറായിട്ടൊന്നും ഇടുന്നില്ല. ഈ മസാലയുടെ മുകളിലേക്ക് ഈ 2 കപ്പ് റൈസ് ഇടുകയാണ്. അപ്പോൾ അതുകൂടി ഇട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അണ്ടിപ്പരിപ്പും അതുപോലെ വറുത്ത് വെച്ച സവാള ഇതെല്ലാം കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടതിന് ശേഷം വേണം അടുത്ത പരിപാടി എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത് എന്താ വേണ്ടത്, അടുത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബിരിയാണിയിൽ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടുന്ന കാര്യമാണല്ലോ നെയ്യ്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടി എടുത്തിട്ട് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ നെയ്യ്, അതൊന്നും ഈ മുകളിൽ 1.5 സ്പൂണുണ്ട് കേട്ടോ, 1 സ്പൂണല്ലോ, പിന്നെ ഒരു 1/2 സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ 2 സ്പൂൺ പാലിനകത്ത് കുറച്ച് കളർ, ലെമൺ കളറും പിന്നെ അതുപോലെ തന്നെ ബിരിയാണി എസൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി മിക്സ് ചെയ്തത് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഒരു ദോശക്കല്ല് വെച്ച് ഒരു 5 മിനിറ്റോളം അത് ചൂടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിത് ദം ചെയ്യാനായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. മുകളിൽ ഒരു ഇടികല്ലെടുത്ത് വെച്ചിട്ടുണ്ട് വെയിറ്റിന് വേണ്ടി. അത് വെച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കൊഞ്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. പിന്നെ എന്താ പറയുക, കൊഞ്ചൊക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാനൊരു പാത്രമൊക്കെ എടുത്ത് അതിലോട്ട് ഇത് സെർവ് ചെയ്യുന്നുണ്ട്. കുഴഞ്ഞു പോവുകയോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. പപ്പടവും സലാഡും അച്ചാറും എടുത്തിട്ടുണ്ട്. 2 തക്കാളി, ഒരു തക്കാളി അതിനിങ്ങനെ ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് കഴിച്ച് നോക്കട്ടെ, നന്നായിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. കൊഞ്ചിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ കൊഞ്ചും വളരെ ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ചല്ലേ, അപ്പോൾ അതുമായതുകൊണ്ടും വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റോടു കൂടി തന്നെയാണ് കഴിച്ചത്. നല്ല 1-ാം തരം ബിരിയാണിയാണ്. എല്ലാവർക്കും ബിരിയാണി വെക്കാനൊക്കെ അറിയാം, പക്ഷേ എന്നാൽ പോലും വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, താങ്ക് യു.